ഹായ് മക്കളെ, നമ്മുടെ കീം എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് കഴിഞ്ഞ ദിവസം റിലീസ് ആയിരുന്നു. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ മാം നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തന്നിരുന്നു. ഇന്ന് നമുക്ക് അഡ്മിറ്റ് കാർഡിന് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്, അതിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ എക്സാമിന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ബൈ നൗ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ട്, അതുപോലെ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ സബ്ജക്റ്റ്, അതിൻ്റെ വേർഷൻ കോഡ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ആദ്യം നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. സ്പെല്ലിങ്സ് ഒക്കെ ഒന്ന് നോക്കുക. അതുപോലെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ചെയ്യേണ്ട സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾക്ക് സൈൻ ചെയ്യാം. അതിന് താഴെയായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം മെയ് 17 നമ്മളുടെ കീം എക്സാം. നിങ്ങൾക്കറിയാം പാർട്ട് 1, പാർട്ട് 2 2 പേപ്പറായിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പം നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ, അതായത് നിങ്ങളുടെ എക്സാം ഹാളിലെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ഹാഫ് ആൻ അവർ ബിഫോർ ദ എക്സാം കമൻസിങ് ടൈമാണ്. അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ എത്തി എക്സാം ഹാളിൽ കയറി റിപ്പോർട്ട് ചെയ്തിരിക്കണം. അത് അവർ പറഞ്ഞിട്ടുണ്ട്, അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഒരു റൈറ്റിംഗ് പാഡ് എടുക്കാം, അത് അലൗഡ് ആണ്. അതുപോലെ തന്നെ ബോൾ പെൻ, ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ OMR ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് കയ്യിൽ കരുതാം. അതുപോലെ നമ്മൾക്കറിയാം നീറ്റ് എക്സാം പോലെ ഇതിനങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസോ ഡ്രസ് കോഡിൻ്റെ ഒന്നും ഭയങ്കര റെസ്ട്രിക്ഷൻസോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകണം. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് മാം ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് മെയിനായിട്ട് എടുക്കുക. രണ്ടാമതായിട്ട് അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട്, കളർ പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ നന്നായിരിക്കും, നിങ്ങൾക്ക് കളർ പ്രിൻ്റ് ഔട്ട് ക്യാരി ചെയ്യാം. ഈ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഔട്ട് ആണെങ്കിലും മതി. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫോട്ടോ ID പ്രൂഫ്, ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫ് ക്യാരി ചെയ്യണം. അത് ആധാർ കാർഡ് ആവാം, പാൻ കാർഡ് ആവാം, പാസ്പോർട്ട് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അത് എടുക്കാം, ഏതെങ്കിലും. ഇനി അതില്ലാത്തവർക്ക് നിങ്ങളുടെ ക്ലാസ് 12ൻ്റെ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ നിങ്ങളുടെ ഫൈനൽ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് അത് കൊണ്ടുപോവാം. ഫോട്ടോ ID പ്രൂഫ്, ഗവൺമെൻറ് ID പ്രൂഫ് ആയിരിക്കും നല്ലത്. പിന്നെ ഒറിജിനൽ തന്നെ ക്യാരി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അഥവാ നിങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങൾ മറന്നുപോയി എന്തെങ്കിലും ID പ്രൂഫ് എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പം നിങ്ങൾക്ക് ബോൾ പെൻ ക്യാരി ചെയ്യാം, ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഒരു റൈറ്റിംഗ് പാഡ് അലൗഡ് ആണ്, പ്ലെയിൻ ആയിട്ടുള്ള റൈറ്റിംഗ് പാഡ് കൊണ്ടുപോവാം. അപ്പോൾ കാൽക്കുലേറ്റേഴ്സ് അല്ലെങ്കിൽ ലോഗ് ടേബിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും തന്നെ അലൗഡ് അല്ല എക്സാം ഹാളിൻ്റെ ഉള്ളിൽ. അതെൻ്റെ മക്കളൊന്നും മനസ്സിൽ വെക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ എക്സാം ഹാളിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടുന്നു. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടിയപ്പം അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ എതിരെ ഒരു വേർഷൻ കോഡ് എഴുതിയിട്ടുണ്ടാവും, A3, അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഒരു വേർഷൻ കോഡ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കാണാം. അപ്പം ആ വേർഷൻ കോഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലുള്ള വേർഷൻ കോഡുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലെ അതിലെ വേർഷൻ കോഡും അഡ്മിറ്റ് കാർഡിലെ വേർഷൻ കോഡും സെയിം ആയിരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ OMR ഷീറ്റ് കിട്ടും, OMR ആൻസർ ഷീറ്റ്. അതിനകത്താണല്ലോ നമ്മൾ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ നമ്മുടെ ചില ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അതായത് നമ്മൾ ചില സർക്കിൾസ് ഡാർക്കൻ ചെയ്യണം. നമ്മുടെ റോൾ നമ്പർ അഡ്മിറ്റ് കാർഡിൽ അത് കൊടുത്തിട്ടുണ്ട്, റോൾ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, വേർഷൻ കോഡ്, പിന്നെ നമ്മളുടെ പേര്, നമ്മളുടെ സബ്ജക്റ്റ്, ഇതെല്ലാം വൃത്തിയായിട്ട് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, സബ്ജക്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്, റോൾ നമ്പർ, വേർഷൻ കോഡ്, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, ഈ ഡീറ്റെയിൽസ് എല്ലാം വൃത്തിയായിട്ട് OMR ആൻസർ ഷീറ്റിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഫില്ല് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം. പിന്നെ നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും, അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. സമയം നോക്കാനൊക്കെയുള്ള ഉപാധിയൊക്കെ ആ റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഇതുവരെ മാം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം തന്നെ നീറ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. കളറായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല. അഡ്മിറ്റ് കാർഡിലെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുക, അതിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക, ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക. നിങ്ങൾ എക്സാമിന് പോകുമ്പം നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഇനി മാം പറഞ്ഞു തരാം. നിങ്ങളുടെ ഗവൺമെൻറ് ഫോട്ടോ ID പ്രൂഫ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അതുപോലെ നിങ്ങളുടെ ക്ലാസ് 12 സർട്ടിഫിക്കറ്റ്, ഇതിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല.
പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ബോൾ പെൻ കൊണ്ടുപോകാം. ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ. റൈറ്റിംഗ് പാഡ് അലൗഡ് ആണ്. പ്ലെയിൻ ആയിട്ടുള്ള റൈറ്റിംഗ് പാഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും അലൗഡ് അല്ല. കാൽക്കുലേറ്റേഴ്സ്, ലോഗ് ടേബിൾസ് ഇതൊന്നും സമ്മതിക്കില്ല, ഒന്നും കൊണ്ടുപോകരുത്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ്, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടിക്കഴിയുമ്പം അതിലൊരു വേർഷൻ കോഡ് ഉണ്ടാകും. അത് നമ്മളുടെ അഡ്മിറ്റ് കാർഡിലുള്ള വേർഷൻ കോഡുമായിട്ട്, സബ്ജക്റ്റിനെതിരെ വേർഷൻ കോഡ് ഉണ്ട്, അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. OMR ആൻസർ ഷീറ്റ് കിട്ടിക്കഴിയുമ്പം ആദ്യം തന്നെ നമ്മളുടെ വേർഷൻ കോഡ് അതിൽ കറക്റ്റായിട്ട് ഡാർക്കൻ ചെയ്യുക. സബ്ജക്റ്റിൻ്റെ വേർഷൻ കോഡ് കറക്റ്റായിട്ട് ഡാർക്കൻ ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കി ചില ഡീറ്റെയിൽസ് നമ്മൾ OMR ആൻസർ ഷീറ്റിൽ ഫില്ല് ചെയ്യണം. നമ്മളുടെ റോൾ നമ്പർ, question booklet number, name of the student, name of the candidate, name of the subject, ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് വൃത്തിയായിട്ട് OMR ഷീറ്റിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ വേർഷൻ കോഡ് വേണം. OMR ആൻസർ ഷീറ്റിൽ എന്തൊക്കെ വേണം? നമ്മുടെ വേർഷൻ കോഡ് ഫില്ല് ചെയ്യണം, റോൾ നമ്പർ ഫില്ല് ചെയ്യണം, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ നമ്പർ ഫില്ല് ചെയ്യണം, കാൻഡിഡേറ്റിൻ്റെ നെയിം, കാൻഡിഡേറ്റിൻ്റെ സബ്ജക്ട്, ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് ഫില്ല് ചെയ്യണം. അങ്ങനെ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. അവസാനം നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റ് എക്സാമിനറിന് ഹാൻഡ് ഓവർ ചെയ്യുക. അതായത് OMR ആൻസർ ഷീറ്റ് എക്സാമിനറിന് ഹാൻഡ് ഓവർ ചെയ്യുക. വേറെ ഒന്നുമില്ല, മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. എല്ലാം സെറ്റാണ്. ഓൾ ദി ബെസ്റ്റ്.